അസ്സലാമു അലൈക്കും. മനുഷ്യൻ വളരെ പ്രതീക്ഷയോടെയാണ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത്. എല്ലാത്തിനും ധൃതി കാണിക്കുന്ന ചിലർ ഇവിടെയും പ്രാർത്ഥനയ്ക്ക് എത്രയും പെട്ടെന്ന് ഫലം കാണുമെന്ന് വിശ്വസിക്കുന്നു. തുടർച്ചയായ ബുദ്ധിമുട്ടുകൾ കൊണ്ടും രോഗങ്ങൾ കൊണ്ടും ചിലരെ അള്ളാഹു പരീക്ഷിക്കാറുണ്ട്. ഇങ്ങനെയുള്ള അവസരങ്ങളിലും അല്ലെങ്കിൽ അനുഗ്രഹങ്ങൾ നിരന്തരം വർഷിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചു കാത്തിരിക്കുന്ന ചിലർക്കും തങ്ങൾ ഉദ്ദേശിച്ച ഫലം ആ പ്രാർത്ഥന കൊണ്ട് പ്രകടമായിക്കൊള്ളണമെന്നില്ല. നമ്മുടെ പ്രാർത്ഥന കേൾക്കാത്തത് കൊണ്ടല്ല, എല്ലാം അറിയുന്ന അള്ളാഹു അതിൻ്റെ ഫലം വൈകിക്കുന്നത്. അതിൽ വല്ല രഹസ്യവും കാണും. ഏത് രീതിയിലാണ് തൻ്റെ അടിമയെ രക്ഷിക്കേണ്ടത് എന്ന് അള്ളാഹുവിന് നന്നായി അറിയാം. ദുർബല ഹൃദയർ വിലപിക്കാൻ തുടങ്ങുന്നത് നമുക്ക് പലപ്പോഴും കേൾക്കാൻ സാധിക്കും. എൻ്റെ രോഗം സുഖപ്പെടുകയില്ല, അല്ലെങ്കിൽ എൻ്റെ ബുദ്ധിമുട്ടുകൾ നീങ്ങുകയില്ല. എന്നാൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഏത് സമയത്തും പ്രതീക്ഷിക്കാം എന്ന് അവർ അറിയുന്നില്ല. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ വൈകിയതായി തോന്നുമെങ്കിലും അതിലെല്ലാം അവൻ്റെ യുക്തിയുണ്ട്. ഒരു കാര്യം ചോദിച്ചാൽ ഗുണകരമായ മറ്റു പലതുകൊണ്ടും അള്ളാഹു നമുക്ക് ഉത്തരം ചെയ്തേക്കും. അല്ലെങ്കിൽ നമ്മുടെ ദോഷങ്ങൾ പുറത്തു തരികയും പരലോക മോക്ഷത്തിനു വേണ്ടി നീട്ടിവെക്കുകയും ചെയ്യും. എങ്ങനെയെല്ലാം അനുഗ്രഹം ചൊരിയണമെന്ന് അറിയുന്നതും തീരുമാനിക്കുന്നതും അള്ളാഹുവാണ്. അള്ളാഹു നമ്മുടെ ദുആ സ്വീകരിക്കണമെങ്കിൽ കറകളഞ്ഞ തഖ്വയും ഭയഭക്തിയും അള്ളാഹുവിനോടുള്ള ബഹുമാനവും സ്നേഹവും അവൻ്റെ കാരുണ്യത്തെക്കുറിച്ചുള്ള ആശയും അള്ളാഹുവിൻ്റെ ശിക്ഷയെക്കുറിച്ചുള്ള ഭയവും നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം. പ്രാർത്ഥന പോലെ തന്നെയാണ് ആരാധനാ കർമ്മങ്ങളും. ഇതൊക്കെയുണ്ടെങ്കിലേ അള്ളാഹു നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കുകയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹദീസിൽ പറയുന്നു, പ്രാർത്ഥന തന്നെയാണ് ആരാധന. തികഞ്ഞ ഭയഭക്തിയും വിശ്വാസവും മനസാന്നിധ്യവും ഉണ്ടെങ്കിലേ നമ്മുടെ പ്രാർത്ഥനയും ആരാധനാ കർമ്മങ്ങളും അള്ളാഹു സ്വീകരിക്കപ്പെടുകയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലി തുടങ്ങാതെയുള്ള പ്രാർത്ഥനയ്ക്കും അശ്രദ്ധമായും വിനോദങ്ങളിൽ മുഴുകിയുമുള്ള പ്രാർത്ഥനയ്ക്കും അള്ളാഹു ഉത്തരം നൽകുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനും അള്ളാഹു ഉത്തരം നൽകാതിരിക്കുകയില്ല. അത് ഒന്നെങ്കിൽ ഈ ലോകത്ത് വെച്ച് തന്നെ കൊടുക്കപ്പെടുന്നു, അല്ലെങ്കിൽ അവൻ്റെ പാരത്രിക ജീവിതത്തിന് വേണ്ടി പിന്തിച്ചു വെക്കുന്നു. അതുമല്ലെങ്കിൽ അവൻ്റെ പാപങ്ങളിൽ നിന്ന് അവൻ്റെ പ്രാർത്ഥന അനുസരിച്ച് പൊറുക്കപ്പെടുന്നു. കുറ്റകരമായ കാര്യത്തിനോ അല്ലെങ്കിൽ കുടുംബബന്ധം മുറിക്കാൻ വേണ്ടിയോ പ്രാർത്ഥിക്കാതിരിക്കുകയും ഞാൻ എൻ്റെ നാഥനോട് എത്ര പ്രാർത്ഥിച്ചിട്ടും എനിക്ക് യാതൊരു ഉത്തരവും ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ധൃതിപ്പെടാതിരിക്കുകയും ചെയ്യുന്ന കാലത്തോളം നല്ലവനായ അടിമയുടെ പ്രവർത്തനങ്ങൾ അള്ളാഹുവിനെ സന്തോഷിപ്പിക്കുന്നത് പോലെ തന്നെ മനുഷ്യൻ തൻ്റെ തെറ്റായ കാര്യങ്ങളെ സംബന്ധിച്ച് അള്ളാഹുവിനോട് സങ്കടം ബോധിപ്പിക്കുന്നതും അവനെ വളരെ സന്തോഷിപ്പിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നിശ്ചയമായും ജിബ്രീൽ അലൈഹിസ്സലാം ജനങ്ങളുടെ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കാനായി നിയമിക്കപ്പെട്ടിരിക്കുന്നു. അതിനാൽ സത്യനിഷേധിയായ ഒരാൾ പ്രാർത്ഥിച്ചാൽ അള്ളാഹു പറയും, ഹേ ജിബ്രീൽ, അവൻ്റെ ആവശ്യം നിർവഹിച്ചു കൊടുക്കുക. അവൻ്റെ പ്രാർത്ഥന കേൾക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. മറിച്ച് ഒരു സത്യവിശ്വാസിയാണ് പ്രാർത്ഥിച്ചതെങ്കിൽ അള്ളാഹു പറയും, ജിബ്രീൽ, അവൻ്റെ ആവശ്യം തടഞ്ഞു വെക്കുക. അവൻ പ്രാർത്ഥിക്കട്ടെ, കാരണം അവൻ്റെ പ്രാർത്ഥന കേൾക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. പ്രാർത്ഥനയ്ക്കുത്തരം ലഭിക്കുന്നതിനെ സംബന്ധിച്ച് വളരെ വ്യക്തമായി വിവരിക്കപ്പെടുന്ന ഒന്നുണ്ട്. പ്രാർത്ഥിക്കുന്നവൻ്റെ ഭക്ഷണവും വസ്ത്രവും സമ്പത്തും എല്ലാം ഹലാലായ മാർഗത്തിൽ സമ്പാദിച്ചതായിരിക്കണം. അനുവദനീയമായ മാർഗത്തിൽ കൂടി സമ്പാദിച്ച ആഹാരപാനീയങ്ങളും വസ്ത്രങ്ങളുമായി പ്രാർത്ഥിച്ചെങ്കിലേ അവൻ്റെ പ്രാർത്ഥന അള്ളാഹു കേൾക്കുകയുള്ളൂ. കാരണം ഹറാമായ അവസ്ഥയിൽ കൈകൾ ഉയർത്തുന്നതിനെ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല. ഹദീസിൽ പറയുന്നു, ഒരു മനുഷ്യൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദീർഘമായി യാത്ര ചെയ്യുക വഴി മുടി ചട കുത്തുകയും കാലിൽ ധാരാളം പൊടിപടലങ്ങൾ ഒട്ടിപ്പിടിക്കുകയും ചെയ്തിട്ടുണ്ടായിരിക്കും. അവൻ ഇരു കൈകളും ആകാശത്തേക്ക് ഉയർത്തിക്കൊണ്ട് അള്ളാഹുവേ എന്ന് വിളിച്ച് ധാരാളം പ്രാർത്ഥിക്കും. പക്ഷേ
അവൻ കഴിച്ച ആഹാരം നിഷിദ്ധമായതാണ്. അവൻ കുടിച്ച പാനീയം നിഷിദ്ധമായതായിരിക്കും. അവൻ ധരിച്ച വസ്ത്രവും നിഷിദ്ധമായതായിരിക്കും. അവൻ പോറ്റി വളർത്തപ്പെട്ടതും നിഷിദ്ധ മാർഗേനയായിരിക്കും. അങ്ങനെയുള്ള അവന്റെ പ്രാർത്ഥനയ്ക്ക് എങ്ങനെയാണ് അള്ളാഹു ഉത്തരം നൽകുക? അവിശ്വാസികൾക്കുള്ള അനുഗ്രഹങ്ങൾ മുഴുക്കെയും ഇവിടെ നിന്ന് പൂർത്തീകരിക്കപ്പെടുകയും വേണം. പരലോകം അവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വേദനാജനകമായ ഒരനുഭവമായിരിക്കും. ഇഹലോകം സത്യവിശ്വാസികളുടെ ജയിലറയാണ്. പരമകാരുണികനായ റബ്ബ് ഇഹലോകത്ത് വെച്ച് വിശ്വസിച്ചവർക്കും വിശ്വസിക്കാത്തവർക്കും ഒരുപോലെ ഗുണം ചെയ്യുന്നവനാണ്. അല്ലാഹു തആല നമ്മുടെ എല്ലാവരുടെയും അമലുകൾ സ്വീകരിക്കുകയും നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുകയും ചെയ്യുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.